ഇതുപോലുള്ള ആവശ്യം എന്തെങ്കിലും വരുമ്പോൾ ആകെയുള്ളൊരു പിടിവള്ളിയാ ഇത്. സച്ചേട്ടൻ എന്താ ഒരു കള്ളലക്ഷണം? കള്ളലക്ഷണോ? ആ, അത് പണ്ടേ എനിക്കുള്ളതല്ലേ. ഇത് മുന്നേ ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുള്ളതാണല്ലോ. എന്താ പുറകിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? അത് എന്റെ സഹധർമ്മിണിക്ക് ഒരു ഗിഫ്റ്റ് ആണ്. ഗിഫ്റ്റോ? എന്ത് ഗിഫ്റ്റ്? അതൊക്കെ പറയാം. അതിനു മുമ്പ് മറ്റൊരു കാര്യമുണ്ട്. ആ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് പുതിയ ഗിഫ്റ്റിനെ കുറിച്ച് പറയാം. എന്താ? ആയിക്കോട്ടെ. അപ്രതീക്ഷിതമായിട്ടൊരു ദിവസം എൻ്റെ കിട്ടിയതാ ഇത്. ഇതിൽ തന്റെ ആഗ്രഹങ്ങൾ എഴുതിയിരുന്നതൊക്കെ ഞാനൊന്ന് വായിച്ചു. താൻ എഴുതിയ ആഗ്രഹങ്ങളൊക്കെ ഞാൻ സാധിച്ചും തന്നു. തന്റെ ഭർത്താവ് എങ്ങനെ ആയിരിക്കണമെന്ന് താനിതിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ ആകാനും ഞാൻ ശ്രമിക്കുന്നുണ്ട്. എത്രത്തോളം അത് വിജയാവെന്ന് എനിക്കറിയില്ല. എന്റെ ആഗ്രഹത്തിനപ്പുറം സച്ചേട്ടൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്, പരിഗണിക്കുന്നുണ്ട്. എനിക്ക് ഈ സ്നേഹവും ചേർത്ത് പിടിക്കലും മതി. ഏതൊരു ഭർത്താവും കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് താനിപ്പോ പറഞ്ഞത്. തന്നെ പണ്ടെന്നോ തഴിഞ്ഞെന്റെ കുറ്റബോധം ഉണ്ടായിരുന്നു എന്റെ മനസ്സിൽ. ഇപ്പൊ അത് കുറെ കുറഞ്ഞു. ഇരിക്കെ. പഴയ സ്വപ്നങ്ങളെല്ലാം മറന്നേക്ക്. ഇനി പുതിയ സ്വപ്നങ്ങൾ കാണണം. അക്ഷരങ്ങളിലൂടെ ഇതിലേക്ക് അത് പകർത്തേം വേണം. അതിന് മാത്രമല്ല ഞാൻ ഈ ഡയറി സമ്മാനമായിട്ട് തരുന്നത്. ഈ വീട്ടിലെ വലിയൊരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയതെന്ന് കൂടിയാ.
സന്ദീപിനെ തിരികെ ഇവിടെ എത്തിച്ചതിന്. ഇപ്പം നമ്മൾ എല്ലാ അർത്ഥത്തിലും പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞൊരവസ്ഥയിലാണ്. നമ്മുടെ മുന്നിലുള്ള വലിയ കടമ്പകൾ നമ്മൾ കടന്നു കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ പുതിയ ജീവിതം ജീവിക്കണം. പുതിയ രീതികൾ, പുതിയ സ്വപ്നങ്ങൾ. അതിനൊക്കെ തനിക്ക് എഴുത്തിന് കൂട്ടായി ദാ തരുന്നു. എനിക്ക് പോലും കയറി വരാൻ അർഹതയില്ലാത്ത തൻ്റെ സ്വകാര്യതയിലേക്ക് ദാ ഇതുകൂടി ചേർത്ത് വെക്കണം. ഇനി താൻ എഴുതേണ്ടത് ഇതിലാ. ഈ ചാവി ഇരിക്കുന്ന സ്ഥലം എങ്ങനെ എനിക്ക് കൃത്യമായി അറിയാവുന്നല്ലേ താൻ നോക്കുന്നേ? അതൊക്കെ അറിയാടോ. ഇതാ ഞാനത് അലമാരി വെച്ചേക്കാം. ഇനിതാ ഈ പഴയ ഡയറികൾക്കൊക്കെ ഗുഡ് ബൈ. ഹലോ മാഡം, ഇതെന്താ ഇങ്ങനെ നിൽക്കുന്നേ? ആ, എനിക്ക് നല്ലൊരു കോഫി ഇട്ട് തരാമോ? ഇങ്ങത്താ, ഞാൻ വെച്ചോളാം. അതെന്തിന്? ഞാനെടുത്ത് തിരിച്ചു വെച്ചോളാം. ആ, അതൊക്കെ ഞാൻ വെച്ചോളാം. താൻ ചെന്ന് നല്ലൊരു കോഫി ഇട്ടോണ്ട് വാ. ഇതൊക്കെ പഴയതല്ലേ, മാറ്റി വെച്ചേക്കാം. എന്തിനാ അലമാര വെക്കുന്നത്?
മാത്രമല്ലേ ഡയറി ആയിട്ടുള്ളൂ. അപ്പൊ ചേച്ചി പറഞ്ഞ ഡയറി ഇത് തന്നെയാവും. എടുത്തി എന്താ സ്നേഹേ? ഒന്നിങ്ങോട്ട് വരുമോ? ആ അതേ വരുന്നു. ഇതെന്താ നേരത്തെക്കാളും ടെൻഷൻ കൂടിയല്ലോ. ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഓർക്കുമ്പോ ആകെ ഒരു ടെൻഷൻ. ആ ഡയറി അവളുടെ കയ്യിലിരിക്കും തോറും ഈ ടെൻഷൻ കൂടെ ഉള്ളൂ. എന്ത് കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങിയാലും ധൈര്യം പോരാതെ വരും, ആത്മവിശ്വാസവും കുറയും. ഞാൻ ചേച്ചിക്ക് കുറച്ച് ധൈര്യം ആത്മവിശ്വാസം തരട്ടെ. ചേച്ചി പറഞ്ഞ ഡയറി ഇത് തന്നെയാണെന്ന് നോക്കി. ഇത് തന്നെയാ. ഓ ആശ്വാസായി. വേഗം എടുത്ത് പോരേണ്ടി വന്നപ്പോ ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ ഡയറി ആയിട്ട് ഇത് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. താങ്ക് യു മോളെ, താങ്ക് യു സോ മച്ച്. ഹലോ, ഞാൻ ജീവൻ പണയം വെച്ച് കൊണ്ടുവന്നതാ. അങ്ങനെ ഒരു താങ്ക്സിൽ ഒതുക്കാനൊന്നും പറ്റില്ല. ഞാൻ പറയുന്നത് എന്തും സാധിച്ചു തരാന്നൊരു കരാറുണ്ടായിരുന്നു. അതിനെന്താ, നീ എന്ത് വേണേലും പറഞ്ഞു. എന്താഗ്രഹം പറഞ്ഞാലും ഈ ചേച്ചി സാധിച്ചു തരും. ഉറപ്പ്. ഉറപ്പാണോ? 100% ഉറപ്പ്. എന്നാ ആതിരയെ ഒഴിവാക്കി സന്ദീപിനെ എനിക്ക് വാങ്ങിത്തരുമോ? എന്താ നേരത്തെ പറഞ്ഞ ഉറപ്പിപ്പ ഇല്ലേ? ചേച്ചി ഇനി അതിനെക്കുറിച്ച് കൂടുതലായി ആലോചിക്കണ്ട. ഞാൻ വെറുതെ ചോദിച്ചതാ. മുൻപ് ചേച്ചി ഏറ്റവും വലിയ ആഗ്രഹം എന്താന്ന് ചോദിക്കുമ്പോഴൊക്കെ എനിക്ക് പറയാൻ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, സന്ദീപ്. ഇപ്പൊ അങ്ങനെ വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല ചേച്ചി. മനഃപൂർവ്വം ആഗ്രഹിക്കാറില്ല. ഞാൻ അങ്ങനെ ആഗ്രഹിച്ചതൊന്നും എനിക്ക് കിട്ടിയിട്ടുമില്ല. അതുകൊണ്ടാ. നീ സ്വന്തമാക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ചതിയിലൂടെയും വക്രബുദ്ധിയിലൂടെയും മറ്റൊരാളുടേതായി കഴിഞ്ഞു. മറ്റൊരാളെ ചതിച്ച് എന്ത് നേടിയാലും അത് നിലനിൽക്കില്ല എന്നുള്ളതാ സത്യം. അധികകാലം സന്ദീപും ആതിര ഒരുമിച്ച് വാഴില്ല, വാഴിക്കില്ല ഈ അവന്തിക. ഏതൊരു കാര്യത്തിനും ഒരു മറുപുറം ഉണ്ടല്ലോ. കാലചക്രം തിരിഞ്ഞോടുന്ന ദിവസം നമ്മുടെ കയ്യിൽ വരും. അന്ന് നമുക്ക് പകരം ചോദിക്കാം, ഓരോന്നോരോന്നായിട്ട്. എനിക്കും കാണണം ചേച്ചി.
അതിനാ ഞാൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. സന്ദീപിനെ ഒരിക്കലും കിട്ടില്ല എന്നൊരവസ്ഥ വരുമ്പോ ഒന്നുകിൽ അതിന് കാരണക്കാരിയായവളെ കൊന്നിട്ട്, അല്ലെങ്കിൽ ഞാൻ സ്വയം ഇല്ലാതായിക്കൊണ്ട് ഞാൻ കണക്ക് തീർക്കുമെന്ന് ചേച്ചിയോട് പറഞ്ഞിട്ടില്ലേ? ഇത് രണ്ടും ചെയ്യാത്തത് അതൊന്നും അല്ല അർച്ചനയ്ക്കോ ആദരയ്ക്കോ ഉള്ള ശിക്ഷയെന്ന് തോന്നിയത് കൊണ്ടാ. അവളുമാർ അനുഭവിക്കുന്നത് എനിക്ക് കാണണം. ഹലോ, സുഖാണോ? ഈശ്വരന്റെ സഹായത്തിൽ നല്ല സുഖ. എങ്കിൽ അതേ ഈശ്വരൻ നിനക്ക് ചെറിയൊരു പണി തന്നിട്ടുണ്ട്. നീ എന്നെ ഇതുപോലെ വീഡിയോ കോൾ വിളിച്ചില്ലേ, ഒരു ഡയറിയുടെ പേരും പറഞ്ഞ്? ഓർക്കുന്നുണ്ടോ? അത് മറക്കാൻ പറ്റില്ലല്ലോ. എങ്കി ഇനി ആ ഡയറിയുടെ കാര്യേ മറക്കണം. നീ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചിരുന്ന ആ ഡയറി ഇപ്പോ അവിടെ ഉണ്ടോന്ന് എനിക്കൊരു സംശയം. എന്റെ സംശയം ശരിയാണോന്നൊന്ന് പോയി നോക്കിക്കേ. നീ വെച്ചിരിക്കുന്നിടത്ത് ആ ഡയറി ഉണ്ടെന്ന് പോയി നോക്കാൻ. അവിടെ ഇല്ലല്ലേ? ആ, അവിടെ കാണില്ലെന്ന് എനിക്കറിയാം. കാരണം എന്റെ കയ്യിലിരിക്കല്ലേ. ഇനി നേരെ ഇവിടുത്തെ കാർ പോർച്ചിലേക്ക് വാ. വാ. ഞാൻ നിന്നോട് വെറുതെ വരാൻ പറഞ്ഞതേ ഉള്ളൂ. എന്നെ ആജീവനാന്തകാലം ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നീ കരുതി വെച്ച ഈ ഡയറി അവസാനമായിട്ടൊന്ന് കണ്ടോട്ടെ എന്ന് കരുതി. നിന്റെ മുഖത്ത് ദേഷ്യത്തെക്കാൾ സംശയമാണല്ലോ. അതെന്താണെന്ന് എനിക്കറിയാം. ഈ ഡയറി എങ്ങനെ എന്റെ കയ്യിൽ വന്നു എന്നല്ലേ? അത് ഞാൻ ഈ വീട്ടിൽ ഒരാൾക്ക് കൊട്ടേഷൻ കൊടുത്തതാ. വേറെ ആർക്കുമല്ല, അനഘയ്ക്ക് തന്നെ. അവളാ നിന്റെ കിടപ്പുമുറിയിൽ നിന്ന് ഇത് മോഷ്ടിച്ച് ഭദ്രമായിട്ട് എന്റെ കൈക്കൊണ്ട് തന്നത്. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അധിക നാൾ ഈ ഡയറി വെച്ച് കളിക്കാൻ പറ്റില്ലെന്ന്. അല്ലെങ്കിലും അർച്ചനയുടെ പകരം വീട്ടലിനൊക്കെ ആയുസ് കുറവാ. ഇന്നത്തോടെ തീരുവാണ് ആ അധ്യായം. മാനേജർ വിജയുടെ ഡയറി ഇനി ഉണ്ടാവില്ല. ആത്മഹത്യാക്കുറിപ്പും ഉണ്ടാവില്ല. പുറം ലോകം അറിയണമെന്ന് അവൻ ആഗ്രഹിച്ച ഒന്നും ഇനി ബാക്കിയുണ്ടാവില്ല. എല്ലാം ശുഭമാവാൻ പോകുന്നു.
എന്താ ചേച്ചി? എന്താവാൻ, അർച്ചനയുടെ മുന്നിൽ വെച്ച് തന്നെ ആ ഡയറിയെ തീ വിഴുങ്ങി. ചേച്ചി പറഞ്ഞപ്പോ ഞാൻ ഏറ്റെങ്കിലും അന്നേരം എനിക്ക് നല്ല ടെൻഷനായിരുന്നു. സകല പ്രതീക്ഷകളും പോയി ഇതുപോലെ നിൽക്കുന്ന അർച്ചനയാണല്ലോ കുറെ ദിവസം കൊണ്ട് കാണുന്നത്. സാരമില്ലെന്നേ, വേറെ വഴി നോക്കണം. അല്ലെങ്കിൽ തന്നെ ഒരു ഡയറി വെച്ച് അവന്തികയെ ബ്ലാക്ക്മെയിൽ ചെയ്യാന്ന് പറഞ്ഞാ അതിന്റെ നാണക്കേട് അനിയത്തി അനഘയ്ക്ക് കൂടിയല്ലേ. സകല പ്രതീക്ഷകളും മരവിച്ചിട്ടും ഇവിടേക്ക് കയറി വന്നെന്റെ ഉദ്ദേശം മനസ്സിലായില്ല. ഇപ്പൊ മനസ്സിലായോ നിനക്ക് എന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഇപ്പൊ ഞാൻ നിന്നെ അടിച്ച എന്തിനാന്നറിയോ? അനുവാദം ഇല്ലാതെ എന്റെ മുറി കയറിയതിന്, ഞങ്ങളുടെ സ്വകാര്യതയിലേക്ക് ആവശ്യമില്ലാതെ കടന്നു കയറിയതിന്. എന്റെ ചേച്ചി എന്നോടൊരു കാര്യം പറഞ്ഞ നിങ്ങളുടെ മുറിയിലെന്ന് മാത്രമല്ല എവിടേക്ക് ഞാൻ കേറി വന്നിരിക്കും. മുറി കയറുക മാത്രമല്ല നിന്നെയൊക്കെ അതിനകത്തിട്ട് കത്തിക്കുകയും ചെയ്യും.